അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് ഗാർമെൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്. നമ്മളിതിന് മുന്നേ പ്രൊഡക്ഷൻ പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മളൊരു ഗാർമെൻറ്റ് ഉണ്ടാക്കുന്നത് എന്തൊക്കെ പ്രോസസ്സ് വഴിയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഇൻഡസ്ട്രിയിൽ ഒരു ഗാർമെൻറ്റ് യൂണിറ്റിൽ പ്രൊഡക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്, എന്തൊക്കെ സ്റ്റേജസ് ഉണ്ട്, അതായത് ഏതൊക്കെ സ്റ്റെപ്സ് വഴിയാണ് ഈ ഒരു ഗാർമെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചാണ് ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു സീക്വൻഷ്യൽ പ്രോസസ്സ് ഉണ്ട് അല്ലേ. ഫസ്റ്റ് ലേ ചെയ്യും അല്ലേ. ഗാർമെൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ളത്, അതായത് ഫാബ്രിക് എത്തിക്കഴിഞ്ഞത് മുതലുള്ള പ്രോസസ്സാണ് ഇത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ലേയിങ് ചെയ്യും. ലേയിങ് നമ്മൾ പറഞ്ഞല്ലോ, ലെയറാക്കി ഇങ്ങനെ, അതായത് പാറ്റേൺ പീസസ് വെച്ചിട്ട് ഒരു ലേ ഔട്ട് ഉണ്ടാക്കണം ഫസ്റ്റ്. ആ ഒരു വിഡ്ത്തിനനുസരിച്ച് നമ്മൾ ലേയിങ് ചെയ്യും. പിന്നെ അതിൽ മാർക്കിംഗ് ചെയ്യും, പാറ്റേൺസ് വെച്ച് മാർക്ക് ചെയ്തു. പിന്നെ എന്ത് ചെയ്യും, കട്ടിങ് ചെയ്തു. അതിനുശേഷം നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യണം. പിന്നെ സ്റ്റിച്ച് ചെയ്ത സാധനങ്ങൾ നമ്മൾ പിന്നെ ഒന്നും കൂടെ ചെക്ക് ചെയ്യും, എവിടെയെങ്കിലും ഡാമേജ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോയെന്ന്. കാരണം മെഷീനിൽ ഒക്കെ വരുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ ഇൻസ്പെക്ഷൻ പോലെ ചെക്കിങ് ചെയ്തിട്ട് പിന്നെ ഫിനിഷിങ് ചെയ്യും, പിന്നെന്താ അയണിങ് ചെയ്യും, ലാസ്റ്റ് നമ്മൾ പാക്കേജിങ് അല്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോ മെറ്റീരിയൽ മുതൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആവുന്നത് വരെയുള്ള ഒരു സ്റ്റേജസ് ആണിത്. ഓക്കെ, സീക്വൻഷ്യൽ പ്രോസസ്സ്. സീക്വൻസ് പറഞ്ഞാൽ അറിയാലോ, ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്യുക, അങ്ങനെയാണ് നമുക്ക് ഈ ഓർഡറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഫസ്റ്റ് തന്നെ നമുക്ക് പോയിട്ട് കട്ടിങ് ചെയ്യുക അല്ലെങ്കിൽ പ്രസ്സിങ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതൊരു സീക്വൻഷ്യൽ പ്രോസസ്സാണ്. അതായത് ഒരു പ്രോസസ്സ് ഫസ്റ്റ് നമ്മൾ ലേയിങ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗാർമെൻറ്റ് ഇൻഡസ്ട്രീനെ കുറിച്ച് ഒന്ന് പറയാം. അപ്പോൾ ഗാർമെൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന എങ്ങനത്തെ ലേറ്റസ്റ്റ് ടെക്നോളജികളും അല്ലേ, മെഷീനറികളൊക്കെയാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പറയുമ്പോൾ മെയിനായിട്ടും ഒരു 3 ടൈപ്പ് ഫാക്ടറീസ് ആണുള്ളത്, ഇൻഡസ്ട്രികളാണുള്ളത്. ഒന്ന് വോവൻ ഗാർമെൻറ്റ് ഫാക്ടറി, അതായത് വോവൻ മെറ്റീരിയൽ അറിയാലോ, നമ്മൾ വീവ് ചെയ്തിട്ട് കിട്ടുന്നത്. സാധാരണ നമ്മുടെ ഡ്രസ് മെറ്റീരിയൽസ് അധികം വോവൺ ആയിരിക്കും അല്ലേ. പിന്നെ നിറ്റഡ് ഗാർമെൻറ്റ് ഫാക്ടറി, അതായത് നമ്മൾ തിരുപ്പൂരൊക്കെ കാണുന്നത് പോലെ അല്ലെങ്കിൽ നോർത്തിലേക്കൊക്കെ കാണുന്നത് പോലെയുള്ള നിറ്റഡ് ഫാബ്രിക്, ബനിയൻ ക്ലോത്ത് ടൈപ്പുള്ള ഫാബ്രിക്കിനെയാണ് നിറ്റഡ് ഗാർമെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഈ ഫാക്ടറികളുണ്ടാവും. പിന്നെ സ്വെറ്റർ ഗാർമെൻറ്റ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫാക്ടറി, സ്വെറ്റർ ഉണ്ടാക്കുന്നത് വേറൊരു ടൈപ്പ് ഗാർമെൻറ്റ് യൂണിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മെയിനായിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ എന്തൊക്കെ സ്റ്റേജസ് ഉണ്ടെന്ന് ഗാർമെൻറ്റ് മാനുഫാക്ചറിങ്ങിന്. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് ഒരു കറക്റ്റ് ലേ ഔട്ട് ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നൊരു സെക്ഷൻ, ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു, നമ്മൾ ശരിക്കും പാറ്റേൺ മേക്കിംഗ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ കട്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരിക. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഡിസൈൻ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഉള്ളത് സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് കട്ടിങ് കഴിഞ്ഞിട്ട് ഇവർ പാറ്റേൺ, അതായത് ഗാർമെൻറ്റിലേക്ക് അത് കട്ട് ചെയ്യുന്നത്, ഡ്രസ് പാറ്റേൺ ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് നേരെ ടൈലറിങ്, സ്റ്റിച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അയണിങ് ചെയ്യും. അയണിങ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, അത് നമ്മുടെ ക്ലോത്തിങ് സ്റ്റോറിലേക്ക് എത്തും. നമ്മുടെ ഗാർമെൻറ്റ് എന്താണോ അത് ക്ലോത്തിങ് സ്റ്റോറിലേക്ക് എത്തും. ഇത് ജസ്റ്റ് ഒരു ഐഡിയ തന്നതാണ് കേട്ടോ. അപ്പം ഈ ഒരു പ്രോസസ്സുകൾ തന്നെ അല്ല നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് യൂണിറ്റിൽ വരുമ്പോൾ ഇതൊരു ലേ ഔട്ട് വരച്ചുണ്ടാക്കിയത് ഞാൻ ജസ്റ്റ് ഇട്ടുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നമ്മുടെ മെറ്റീരിയൽ എത്തിക്കൊണ്ടിരിക്കുക. ഫസ്റ്റ് നമ്മൾ ഡിസൈൻ ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, പിന്നെ അത് കഴിഞ്ഞിട്ട് കട്ടിങ് യൂണിറ്റിലാവുമ്പോൾ ഫാബ്രിക് ആദ്യം ലേ ചെയ്തു, എന്നിട്ട് ആ പാറ്റേൺസ് വെച്ചു, എന്നിട്ടാണ് കട്ടിങ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ ഡ്രസ് പാറ്റേൺ ഇവിടെയാണ് കാണുന്നത്, കട്ടിങ് ഇവിടെയാണ് കാണുന്നത്. പിന്നെ ഉള്ളത് സ്റ്റിച്ചിങ് യൂണിറ്റ് അല്ലേ, സ്റ്റിച്ചിങ് തയ്ക്കുന്നവരുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് അയണിങ് ചെയ്യുന്നു, ലാസ്റ്റ് നമ്മൾ സ്റ്റോറിലേക്ക് എത്തുന്നു സ്റ്റിച്ച് ചെയ്ത സാധനങ്ങൾ. ഇതൊരു ലേ ഔട്ടാണ് കേട്ടോ, അപ്പാരൽ ഇൻഡസ്ട്രിയിലെ സ്റ്റിച്ചിങ് യൂണിറ്റിൻ്റെ ഒരു ലേ ഔട്ടാണ്.
അപ്പം ഇങ്ങനെ ലൈൻ സ്റ്റിച്ചിങ് ആണ് നമ്മൾ വലിയ വലിയ ഇൻഡസ്ട്രികളിൽ ഉണ്ടാവുക. അപ്പം ഈ ഒരാളല്ല നമ്മുടെ ഗാർമെൻറ്റ് കംപ്ലീറ്റും ചെയ്യുന്നത്. ഇയാൾക്കൊരു ചെറിയൊരു പാർട്ട് ചെയ്യാനുണ്ടാവും, അടുത്ത ആളാണ് അടുത്ത പാർട്ട് ചെയ്യുക. അങ്ങനെയാണ് ഒരു ഗാർമെൻറ്റ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, പ്രൊഡക്ഷൻ കൂടാൻ വേണ്ടിയിട്ട്. ഒരാൾ തന്നെ ഒരു ഗാർമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ദിവസം പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഗാർമെൻറ്റുകൾ തന്നെ ഒരു ദിവസം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, സ്റ്റിച്ച് ചെയ്ത് കഴിയും. ഓക്കെ, അപ്പം ഇവരുടെ ഒരാളുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇത്രയും ചിലപ്പോൾ 1 മിനിറ്റ് താഴെയുള്ളൊരു പ്രോസസ്സായിരിക്കും അയാൾ ചെയ്യുന്നുണ്ടാവുക. അതവിടെ ശരിക്കും നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഇയാൾ എത്ര മിനിറ്റ് കൊണ്ടാണ് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്, അത് ഫുൾ റെക്കോർഡ് ഉണ്ടാവും കേട്ടോ. അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. എത്ര മിനിറ്റിലാണ് അല്ലെ എത്ര സെക്കൻഡ്സിലാണ് അത് ചെയ്യുന്നത്. പിന്നെ അയാൾ എന്ത് ചെയ്യും, ആ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ളതായിരിക്കില്ല, പിന്നെ അയാളുടെ ആ ടൈം കുറഞ്ഞു വരും. കാരണം അയാൾ ആ ഒരു പ്രോസസ്സിൽ എക്സ്പേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. അയാൾ ചെയ്യുന്ന ആ ചെറിയൊരു ടാസ്കിൽ അയാൾ എക്സ്പേർട്ട് ആവും. അപ്പോൾ അതിനനുസരിച്ച് ആ ചെയ്യുന്നതിൻ്റെ ടൈം കുറയും. അപ്പം നമുക്ക് പ്രൊഡക്ഷൻ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കൂടും. അപ്പം നമുക്ക് ഇന്നിപ്പം യൂണിറ്റിലുള്ള ഏതൊക്കെയാണ് സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമ്മുടെ ഡിസൈൻ ഓർ സ്കെച്ച്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഓർ സ്കെച്ച്. പിന്നത്തതാണ് പാറ്റേൺ ഡിസൈൻ. നെക്സ്റ്റ് സാമ്പിൾ മേക്കിംഗ്. പിന്നത്തെ പ്രൊഡക്ഷൻ പാറ്റേൺ. അഞ്ചാമത്തെ സ്റ്റേജ് ഗ്രേഡിംഗ്, മാർക്കർ മേക്കിംഗ്, സ്പ്രെഡിംഗ്, കട്ടിംഗ്, ബണ്ടിലിംഗ്, സ്യൂയിങ്, ഇൻസ്പെക്ഷൻ, പ്രസ്സിംഗ് ആൻഡ് ഫൈനലി പാക്കേജിംഗ്. ഇത്രയും സ്റ്റേജസ് ആണ് നമ്മളൊരു ഗാർമെൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റിൽ നടക്കുന്നത്. ചിലപ്പം ഇതിലും കൂടുതൽ പ്രോസസ്സ് ചെയ്യാനുണ്ട്, ചിലപ്പം ഇതിലും ചില സ്റ്റെപ്സൊക്കെ ചിലർ ഒഴിവാക്കിയിട്ട് ചിലപ്പം 2 ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ഒരുമിച്ച് വരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ചിലപ്പം ചിലപ്പം ഏതൊക്കെയാണ്, കട്ടിങ് ആൻഡ് ബണ്ടിലിംഗ് ചിലപ്പം ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ ചെയ്തിട്ടും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് സ്റ്റേജസിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഡിസൈൻ ഓർ സ്കെച്ച്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എന്താ, നമ്മളൊരു ഗാർമെൻറ്റ് പിന്നെ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് എന്താണ് നമ്മളെ നമ്മൾ ആദ്യം ഒരു ഡിസൈൻ വരയ്ക്കണം അല്ലേ, അതിനനുസരിച്ചാണ് നമ്മൾ ആ ഗാർമെൻറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു സ്കെച്ച് വരച്ച് എന്ത് ചെയ്യും, നമുക്ക് എന്തൊക്കെ വേണം, അതിലെന്തൊക്കെ ആവശ്യമുണ്ട് അല്ലേ. നമ്മൾ ഷർട്ടാണെങ്കിൽ ഇപ്പോൾ പോക്കറ്റ്സ് ഉണ്ടോ, എല്ലാ ഡീറ്റെയിൽസും വരച്ചിട്ട് നമ്മളൊരു സ്കെച്ച് വരയ്ക്കും. അത് ഒരു ഡിസൈനർ ആയിരിക്കില്ല കേട്ടോ. ഇൻഡസ്ട്രി എന്ന് പറയുമ്പം ഒരു പാനൽ ഓഫ് ഡിസൈനേഴ്സ് ഉണ്ടാകും, കുറേ പേരുണ്ടാവും. അപ്പോൾ അവരൊക്കെ വരച്ച സ്കെച്ചസ് വെച്ചിട്ട് എല്ലാം കൂടെ ഫൈനലൈസ് ചെയ്തിട്ട് അവരൊരു കറക്റ്റായിട്ടുള്ളൊരു ഡിസൈൻ സെലക്ട് ചെയ്യും. ഓക്കെ, ഡിസൈൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക, പിന്നെ നമ്മൾ പാറ്റേൺ മേക്കറിൻ്റെ അടുത്ത് കൊണ്ടുപോകും. എന്നിട്ട് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പാറ്റേൺ മേക്കറാണെന്ത്, നമ്മൾ ഡിസൈനർ കൊടുത്തിരിക്കുന്ന ഡിസൈനനുസരിച്ച് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പാറ്റേൺ എന്തിലാണ്, നമ്മൾ ബ്രൗൺ പേപ്പറിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഇൻഡസ്ട്രിയിലെ ബ്രൗൺ പേപ്പറിലായിരിക്കില്ല, ഞാൻ അന്ന് പറഞ്ഞിരുന്നു. ടിൻ ഷീറ്റിലായിരിക്കും. വലിയ ഇൻഡസ്ട്രികളിൽ സ്മോൾ സ്കെയിലാണെങ്കിൽ അത് വേറെ ആയിരിക്കും, മീഡിയം സ്കെയിൽ വേറെ, ലാർജ് സ്കെയിലാണ് ടിൻ ഷീറ്റ്സ് ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് നമ്മളെ സൈസിനനുസരിച്ചുള്ള പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യും ഇവിടെ പാറ്റേൺ മേക്കർ. ഓക്കെ, പിന്നെ സാമ്പിൾ മേക്കിംഗ്. അപ്പോൾ എന്താ ചെയ്യുക, സാമ്പിൾ മേക്കിംഗ് ചെയ്യുമ്പം നമ്മൾ ഈ പാറ്റേൺസ് എന്ത് ചെയ്യും, സ്റ്റിച്ചിങ് യൂണിറ്റിൽ അയച്ചിട്ട് ഗാർമെൻറ്റ് ഒരെണ്ണം നമ്മൾ സാമ്പിൾ ഉണ്ടാക്കണം അല്ലേ. നമ്മൾ ഡിസൈൻ അനുസരിച്ചിട്ട് ആ പാറ്റേൺ കറക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ ആദ്യം അറിയണം. നമുക്ക് ഫസ്റ്റ് സാമ്പിൾ ഉണ്ടാക്കണം. സാമ്പിൾ ഉണ്ടാക്കിയതിന് ശേഷം ബൾക്ക് പ്രൊഡക്ഷൻ പോവുള്ളൂ, അറിയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സാമ്പിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ പ്രൊഡക്ഷൻ പാറ്റേൺ സാമ്പിൾ നമ്മൾ ഏകദേശം കറക്റ്റായി വന്നിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ പ്രൊഡക്ഷൻ പാറ്റേണിലേക്ക് പോവുക. പ്രൊഡക്ഷൻ പാറ്റേണിൽ എന്താ ചെയ്യുന്നത്, പാറ്റേൺസ് നമ്മൾ
ക്രിയേറ്റ് ചെയ്തത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ചെയ്യേണ്ട ക്ലോത്ത് നമ്മളെടുത്ത് ബണ്ടിലാക്കി വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രൊഡക്ഷൻ പാറ്റേൺ ഉണ്ടാക്കുക ചിലപ്പോൾ CAD വെച്ചിട്ടായിരിക്കും. ഓക്കെ, നമുക്കിപ്പോൾ ആദ്യം ഒരു പാറ്റേൺ മേക്കർ ഒരു പാറ്റേൺ തന്നു, പക്ഷേ അത് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ പാറ്റേൺ ആക്കണം. അത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം ഒരു CAD-ഓ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ വെച്ചിട്ട് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യണം. മാനുവലി ചെയ്യാം, അല്ലെങ്കിൽ CAD കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ വെച്ചിട്ടാണ് നമ്മൾ ചിലപ്പം വലിയ വലിയ ഇൻഡസ്ട്രികളിലൊക്കെ നമ്മൾ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പാറ്റേൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗ്രേഡിങ് ചെയ്യണം അല്ലേ. ഗ്രേഡിങ് എന്തിനായിരുന്നു, നമ്മൾ പറഞ്ഞിരുന്നു ഷർട്ട് ആണെങ്കിൽ ഇപ്പോൾ 40 സൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 42 വേണം, 44 വേണം, 38 വേണം അല്ലേ. ഇപ്പോൾ എത്ര സൈസസ് ആണോ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള പാറ്റേൺസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് നമ്മൾ ഗ്രേഡിംഗ് എന്നാണ് പറയുക. ഒന്നുകിൽ എൻലാർജ് ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക. നമ്മളൊരു സൈസ് വെച്ചിട്ട് അതിനെ എൻലാർജ് ചെയ്യുകയോ റെഡ്യൂസ് ചെയ്യുന്നതിന് എന്താ പറയുക, ഗ്രേഡിങ്. അപ്പം നമ്മൾ ആ സൈസിനനുസരിച്ച് അതിൻ്റെ ഏതൊക്കെയാണ് സൈസ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് ഗ്രേഡിങ് ചെയ്തിട്ട് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്തു. ഏതൊക്കെ സൈസിൽ നമുക്കിപ്പോൾ ഒരു ഷർട്ട് ആണെങ്കിൽ നമുക്കിപ്പോൾ 38 എന്തായാലും വേണ്ടി വരും, 40 വേണം, 42, 44 ഒക്കെ വേണ്ടി വരും, ചിലപ്പം XL ഒക്കെ വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് എല്ലാ പാറ്റേൺസും നമ്മൾ ഗ്രേഡിങ് ചെയ്യുന്നു. പിന്നെ നമ്മളെന്താ ചെയ്യുക, മാർക്കർ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ടിങ്ങിന് മുന്നേ ഉള്ളൊരു പ്രോസസ്സാണിത്. അപ്പം നമ്മളിപ്പം ഒരു ഫാബ്രിക് എടുത്തിട്ട് ഇതിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കും. നമ്മൾ കട്ടിങ് ടേബിളിൻ്റെ, അതായത് ലേയിങ് ചെയ്യുന്ന ആ ഒരു ടേബിളിൻ്റെ വിഡ്ത്ത് അനുസരിച്ച് അല്ലെങ്കിൽ ലെങ്ത്ത് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഫാബ്രിക് ആദ്യം ഒന്ന് ലേ ചെയ്യും. എന്നിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഏതാണോ ഗാർമെൻറ്റ് അതിൻ്റെ പാറ്റേൺസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലേ ചെയ്യും. അപ്പോൾ നമുക്കിപ്പം ഇവിടം വരെ ആയിരിക്കും ചിലപ്പോൾ ഒരു ഗാർമെൻറ്റിൻ്റെ പാർട്സ്, പിന്നത്തെ ചിലപ്പോൾ രണ്ടാമത്തെ ആയിരിക്കും. അപ്പോൾ രണ്ടെണ്ണം ഒരു പാറ്റേൺ തന്നെ കിട്ടുന്നുണ്ടാവും. മനസ്സിലാകുന്നുണ്ടോ? അല്ലെ ചിലപ്പം ഒരു പാറ്റേൺ ഒരു ഗാർമെൻറ്റിൻ്റെ ആയിരിക്കും ചിലപ്പം കംപ്ലീറ്റ് പാറ്റേൺ. അപ്പോൾ എല്ലാം അറേഞ്ച് ചെയ്തു. നമ്മളത് മാക്സിമം ക്ലോത്തിൻ്റെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ പാർട്സ് എന്തെങ്കിലും കട്ട് ചെയ്യാനുണ്ട്, കഫുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് സൈഡിലോ എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ ഫുള്ള് വരച്ചുണ്ടാക്കും. വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മളത് ആദ്യം ആ പാറ്റേൺ മുകളിൽ നമ്മൾ ലേ ചെയ്ത സാധനത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ മാർക്കർ മേക്കിംഗ് ആദ്യം ഉണ്ടാക്കണം. ഇങ്ങനെയാണ് നമ്മൾ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം കമ്പ്യൂട്ടറിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് വെക്കും. ഇന്നത് ഫ്രണ്ട് ഇവിടെ വെച്ചു, ബാക്ക് ഇവിടെ വെച്ചു, ഇങ്ങനെ വെച്ച് ഫുൾ അറേഞ്ച് ചെയ്തതിന് ശേഷം മാർക്കർ മേക്കിംഗ് ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നത്, അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്. അപ്പം ഇതിൻ്റെ യൂസ് എന്താ, നമ്മളിപ്പോൾ സാധാരണ ചെയ്യുവാണെങ്കിൽ നമ്മളൊരു പാറ്റേൺ എടുത്തു, നമുക്ക് വേണ്ട സാധനമൊക്കെ വെട്ടി എടുത്തു, പിന്നെ കുറേ തുണി അവിടെ വേസ്റ്റ് ആയില്ലേ. നിങ്ങളിപ്പോൾ എക്സാമിനാണെങ്കിലും അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യുമ്പം എക്സാമിനർ പ്രത്യേകം നോക്കുന്നുണ്ടാവും നിങ്ങളുടെ എത്ര ക്ലോത്ത് വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ മാർക്ക് പോകും കേട്ടോ. എക്സാമിൻ്റെ ടൈമിൽ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങളെടുക്കുന്ന ക്ലോത്ത് മിനിമം യൂസേജ്, അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. വേസ്റ്റേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടെക്സ്റ്റൈൽ റിലേറ്റഡ് ജോബിൽ. നമ്മൾ ചെയ്യുന്നതിന് വേണ്ട മെറ്റീരിയൽ മാത്രം കറക്റ്റ് എടുക്കുക, തീരെ വേസ്റ്റ് ആവാൻ പാടില്ല. അപ്പം ഈ എക്സാമിൻ്റെ സമയത്തും ഇതൊന്ന് ഓർത്തോളുക. പിന്നെ നമുക്കറിയാം ഗ്രെയിനൊക്കെ നോക്കിയിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ഇതൊക്കെ അറേഞ്ച് ചെയ്തു നമുക്ക് ഇത്രയാണ് ഇങ്ങനെയാണ് മാർക്കർ മേക്കിംഗ് ഉണ്ടാക്കി കഴിഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, സ്പ്രെഡിങ് പ്രോസസ്സ് ഉണ്ട് അല്ലേ. സ്പ്രെഡിങ് പ്രോസസ്സിൽ എന്താ ചെയ്യുക, സ്പ്രെഡിങ് മെഷീന് നമ്മളിങ്ങനെ ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും ഫാബ്രിക്. നമുക്ക് എത്രയാണോ മാർക്കർ മേക്കിങ്ങിൽ എത്ര മീറ്റർ വേണം അതിനനുസരിച്ച് അവരിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കും. അതിന് ലേയിങ് പറയുമല്ലോ, സ്പ്രെഡിങ് ചെയ്യുന്നതിന് ലെയർ ആക്കും. നമ്മൾ ഒരു ലെയർ അല്ല വെക്കുന്നത്, ചിലപ്പം 100 ഫീറ്റ് വരെ ഹൈറ്റ് ഉള്ള പോലെ ഒക്കെ നമ്മൾ പ്ലൈകൾ ഉണ്ടാവും, പ്ലൈസ് എന്നാണ് പറയാം. ഒരു ലെയറായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്ത് പോകുമല്ലോ, അതിനെ നമ്മൾ പ്ലൈസ് എന്നാണ് പറയുക, പ്ലൈ. അപ്പം ഒരു സിംഗിൾ പ്ലൈ ആയിരിക്കില്ല ഉണ്ടാവുക, നമുക്കിപ്പം ഒരു 100 ഓഫ് പ്ലൈസ് നമുക്ക് ഉണ്ടാവും. കട്ടിങ് മെഷീൻ്റെ ഇതിനനുസരിച്ച്, അതായത് ലെങ്ത്തിനനുസരിച്ച് പ്ലൈയുടെ എണ്ണം വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, ഇപ്പം 100 പ്ലൈ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കട്ടിങ് മെഷീനും ഉണ്ടാവുക ലെങ്ത്ത്, കാരണം കട്ടിങ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളതിനെ ലേ ചെയ്ത് ഇങ്ങനെ മാർക്കർ മേക്കിനനുസരിച്ച് അത് പ്ലൈസ് സ്പ്രെഡ് ചെയ്യും. അടുത്ത് എന്ത് ചെയ്യും, നമ്മളിത് കണ്ടോ,
ഇതിങ്ങനെ പ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നമ്മൾ മുകളിൽ എന്ത് ചെയ്യും, നമ്മളെ പാറ്റേൺ വെച്ചിട്ടാണ് നമ്മളിത് ഓരോ ബണ്ടിലാക്കുന്നത്. ഫ്രണ്ട് ബാക്ക് ഇതൊക്കെ കണ്ടോ. അപ്പോൾ ഇതാണ് കട്ടിങ് നൈഫ്. ഇത് ഫുള്ള് ഈ ലെങ്ത്തിനനുസരിച്ചാണ് നമുക്ക് കട്ടിങ് ചെയ്യാം. അപ്പോൾ ഈ ലെയർ എല്ലാത്തുനിന്നും നമ്മൾ ഫസ്റ്റ് ഗാർമെൻറ്റിൻ്റെ പാറ്റേൺ എല്ലാത്തുനിന്നും ഓരോന്നോരോന്ന് എടുക്കണം. നമ്മൾ അങ്ങനെയാണ് പിന്നെ അടുത്ത സെക്ഷനിലേക്ക് കൊടുക്കുമ്പോൾ, സ്യൂയിങ്ങിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് എടുക്കും, ഇതിൻ്റെ ഫസ്റ്റ് എടുക്കും, ഇതിൻ്റെ ഫസ്റ്റ് എടുക്കും, ഇതിൻ്റെ ഫസ്റ്റ് എടുക്കും. അങ്ങനെ എല്ലാത്തിൻ്റെയും ഒന്നാമത്തെ എടുത്തു കഴിഞ്ഞാലാണ് ഒരു ഗാർമെൻറ്റിൻ്റെ പാർട്ടാക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അല്ലാതെ ഇതിൽ നിന്ന് എടുത്തു ഇതിനകത്ത് നിന്ന് രണ്ടാമത്തെ പാറ്റേൺ എടുത്തു അങ്ങനെ എടുക്കില്ല. എന്താ വെച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, നമ്മളിപ്പോൾ ഒരു ലോട്ട് ബണ്ടിലിൻ്റെ, അതായത് ഒരു ബണ്ടിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ബണ്ടിൽ എടുക്കുമ്പോൾ അതിൻ്റെ കളറിൽ ചെറിയൊരു ഡിഫറൻസ് വരാം, ഷെയ്ഡിങ്ങിലൊക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഇതിൻ്റെ ലെയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതും ഇതിനെ മുകളിൽ തന്നെ സ്പ്രെഡിങ് ചെയ്തിട്ടുണ്ടാവുമല്ലോ പ്ലൈസ്. അപ്പം അടുത്ത ലെയറിൽ നിന്നാണ് നമ്മൾ സെക്കൻഡ് പാർട്ട് എടുത്തു, പിന്നെ വേറെ ഇതിനടുത്ത് നിന്ന് ആദ്യത്തെ തന്നെ എടുത്തു. അങ്ങനെ ആകുമ്പം കളറിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ഷെയ്ഡ് വ്യത്യാസം ഉള്ളെങ്കിലും പക്ഷേ അത് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും അപാകതകൾ വരും. അതുകൊണ്ട് നമ്മൾ കട്ടിങ് ചെയ്യുന്ന സമയത്ത്, അതായത് അസംബിൾ ചെയ്യുമ്പം ഇതിൻ്റെ എല്ലാ പാർട്ടും, അതായത് ഈ ഗാർമെൻറ്റിന് വേണ്ട എല്ലാ പാർട്ടും ഫസ്റ്റ് എല്ലാത്തിൻ്റെയും ഓരോന്നെടുത്തിട്ട് അത് ഒരു ഗാർമെൻറ്റിൻ്റെ ആക്കി അതിലെന്ത് ചെയ്യും, ക്ലിപ്പ് ചെയ്ത് വയ്ക്കും. രണ്ടാമത്തതെല്ലാം എടുത്തിട്ട് രണ്ടാമതായിട്ട് വയ്ക്കും. അപ്പോൾ ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിൽ നമ്മൾ മാനുവൽ കട്ടിംഗ് ഉണ്ട്. കട്ടിങ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കട്ടിങ് മെഷീൻസ് ഏതൊക്കെയുണ്ടെന്ന്. മാനുവൽ കട്ടിങ്ങും ഉണ്ട്, കമ്പ്യൂട്ടർ ന്യൂമറിക് കട്ടിങ്ങും ഉണ്ട്. കമ്പ്യൂട്ടറൈസ്ഡ് കട്ടിങ്ങും മാനുവൽ കട്ടിങ്ങും ഉണ്ട്. ജീൻസിൻ്റെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ലേസർ പോലത്തെ ഒരു ലേസർ ബീം വെച്ചിട്ട് ആ ഫാബ്രിക് ഇങ്ങനെ കട്ട് ചെയ്ത് തരുമ്പോൾ എല്ലാം പീസായിട്ടുണ്ടാവും. ഒരു ലൈറ്റാണ് അത്, ലേസറില്ല. വീഡിയോ ഒക്കെ അയച്ചു തരാം കേട്ടോ കട്ടിങ്ങിൻ്റെ. അപ്പോൾ ഇതാണ് നമ്മൾ കട്ടിങ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ സോർട്ടിങ് ഓർ ബണ്ടിലിങ് എന്താ ചെയ്യുന്നത്, സൈസിനനുസരിച്ച് ഡിസൈനനുസരിച്ച് അവർ ബണ്ടിൽസ് ആക്കും. ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റിലുള്ള എല്ലാം എടുത്ത് അത് വേറെ ആക്കി, ഓരോന്ന് വേറെ വേറെ ആക്കി, ഓരോ സൈസസിൻ്റെ ഒക്കെ ആക്കി അവർ ബണ്ടിൽ ചെയ്ത് സോർട്ട് ചെയ്ത് വെക്കും. അടുത്തത് നമ്മൾ എന്ത് ചെയ്യും, സ്യൂയിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കും. സ്യൂയിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കും എങ്ങനെയാണ്, നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് ഉള്ള ആളെന്ന് പറയുന്നത് അയാളുടെ ഒരു ചെറിയ ജോബായിരിക്കും അയാൾ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇതിൽ സ്യൂയിങ് ഓപ്പറേറ്റർ ഓരോ പാർട്ട് കട്ട് ചെയ്തിരിക്കുന്ന പീസസ് ഒക്കെ അവരെന്ത് ചെയ്യും, ഓരോ പാർട്ടുകൾ ജോയിൻ ചെയ്തു, പിന്നെ ഓരോ പാർട്ടുകളൊക്കെ ചെയ്ത് അവസാനം എന്ത് ചെയ്യും, എല്ലാ പാർട്ടും നമുക്ക് ഒരുമിച്ച് കിട്ടും. ചിലപ്പോൾ ഒരു സ്ലീവ് പാർട്ടായിരിക്കും ചിലപ്പം ഒരാൾ ചെയ്യുന്നുണ്ടാവും, അതായത് കഫിൻ്റെ പോർഷൻ മാത്രം ഒരാൾ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ സൈഡ് സീംസ് ജോയിൻ ചെയ്യുന്നത് മാത്രം ഒരാൾ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഈ കംപ്ലീറ്റ് നമ്മുടെ ഗാർമെൻറ്റും നമ്മൾ സ്റ്റിച്ചിങ് യൂണിറ്റിൽ ചെയ്യും. ഓക്കെ, അത് സ്റ്റിച്ചിങ് ചെയ്ത് കഴിഞ്ഞിട്ട് സാധനങ്ങൾ എത്തി. അപ്പം അതെവിടെയാണ് പോവുക, ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ചെയ്തിരിക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും പ്രോബ്ലം പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എവിടെയും കട്ട് ചെയ്ത് പോയിട്ടുണ്ടോ, പിന്നെ അല്ലെങ്കിൽ സ്റ്റിച്ച് കറക്റ്റ് വരാണ്ട് വിട്ടു പോകുമല്ലോ ചിലപ്പം ഓപ്പൺ ആയിട്ട് സീംസ്, അതുണ്ടോ, പിന്നെ ടെക്നിക്ക് സ്റ്റിച്ച് ചെയ്തത് കറക്റ്റാണോ, ഒക്കെ ത്രെഡ് കറക്റ്റാണോ, മാച്ചിങ് ത്രെഡ് തന്നെയാണോ യൂസ് ചെയ്തിരിക്കുന്നത്, സ്റ്റിച്ച് മിസ്സായിട്ടുണ്ടോ, റോ എഡ്ജസ് എവിടെയെങ്കിലുമൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ ഇൻസ്പെക്ഷൻ ചെയ്യുന്നൊരു ടീമുണ്ടാവും. ഒരാളായിരിക്കില്ല ഇൻസ്പെക്ഷൻ ചെയ്യാൻ, കുറേ പേര് ഇരുന്നിട്ട് നിങ്ങൾ കാണാം, ഇൻഡസ്ട്രിയുടെ യൂട്യൂബിലൊക്കെ എടുത്ത് കാണാം. ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ കുറേ ലേഡീസ് കുറേ ഉണ്ടാവുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. അവർ ഈ ത്രെഡ് ചിലപ്പോൾ കട്ട് ചെയ്യാണ്ട് വിട്ടിട്ടൊക്കെ ഉണ്ട്, അതൊക്കെ അവർ ട്രിം ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഇതിലാണ് എന്താ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇൻസ്പെക്ഷൻ ചെയ്ത ഗാർമെൻറ്റ് എന്ത് ചെയ്യും, ചിലപ്പം എന്തെങ്കിലും ഫിനിഷിങ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പോയിട്ട് നമുക്ക് അവസാനമാണ് പ്രസ്സിങ് ചെയ്യുള്ളൂ കേട്ടോ. ഇതിലിപ്പോൾ നമ്മൾ ഫിനിഷിങ് ചെയ്യുന്നുണ്ട്. ഫിനിഷിങ് ചെയ്യുമ്പം പിന്നെ എന്താ ചെയ്യുന്നത്, നമ്മളിപ്പം എന്തെങ്കിലും ഷർട്ടാണെങ്കിൽ നമുക്കറിയാം അല്ലേ, ഫിനിഷിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ശരിക്കും ഇതിൻ്റെ ഇടയിലൊരു വാഷിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട് കേട്ടോ. വാഷിംഗ് അത് ഇതിൽ പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ ഗാർമെൻറ്റ് ചെയ്തിരിക്കുന്നത് ഫുള്ള് നമ്മൾ അയൺ ചെയ്ത് അങ്ങ് വെക്കുകയല്ല ചെയ്യുന്നത്. ഇത്രയും ഗാർമെൻറ്റ് എന്ത് ചെയ്യും, വാഷിംഗ് ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകും. കാരണം എല്ലാവരും കൈ പിടിച്ച് അഴുക്കൊക്കെ ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും ഇത്. എല്ലാവരുടെയും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് വരുന്നതല്ലേ, അപ്പോൾ ഇതിൽ ചിലപ്പം ഓയിലോ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ട് അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വാഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും പ്രസ്സിങ്ങിലേക്ക് വരുന്നത്. ഓക്കെ,
അപ്പോൾ പ്രസ്സിങ് ആണെങ്കിൽ എങ്ങനെയാണ്, ഇപ്പോൾ ഷർട്ട് ആണെങ്കിൽ ചിലപ്പം ബാക്കിൽ പ്ലീറ്റ് ഉണ്ടാവും അല്ലേ, ചിലപ്പോൾ ഒരു ബോക്സ് പ്ലീറ്റ് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം എന്ത് ചെയ്യുക, നമ്മൾ പ്രസ്സിങ് ചെയ്യാൻ. ഇത് വലിയൊരു പ്രസ്സിങ് ഇതാണ് കേട്ടോ. ഇതൊക്കെ വലിയ വലിയ മെഷീനറികളാണ്. നമ്മൾ സാധാരണ ഷർട്ട് ചെയ്യുന്ന പോലെ നമ്മൾ നിന്നിട്ട് അയൺ ചെയ്യുന്നതൊന്നും അല്ല. ഇൻഡസ്ട്രിയിൽ വലിയ വലിയ പ്രസ്സിങ് യൂണിറ്റുകളുണ്ടാവും. അപ്പോൾ നമുക്കറിയാം ഹീറ്റ്, പ്രഷർ, മോയ്സ്ചർ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഇതിൽ നമ്മൾ അയൺ ചെയ്ത് കൊണ്ടുവരുന്നത്. പിന്നെ ഈ ഫിനിഷ് ചെയ്ത് അയൺ ചെയ്ത സാധനം എന്ത് ചെയ്യും, നമ്മൾ പാക്കേജിങ് ചെയ്യണം അല്ലേ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഗാർമെൻറ്റിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് പാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം അതിൽ നമ്മൾ പാക്കിങ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാം നമ്മൾ ടാഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവണം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാക്കിംഗ് ചെയ്യുന്നത്. പാക്കിംഗ് ഓരോ ടൈപ്പ് പാക്കിംഗ് ഉണ്ട്. ഷർട്ടിൻ്റെ പാക്കിംഗ് വേറെ നമ്മൾ പറഞ്ഞു അല്ലേ. ബ്ലേസേഴ്സ്, സ്യൂട്ട്സ്, കോട്ടിൻ്റെയൊക്കെ നമ്മൾ വ്യത്യാസം ഉണ്ടാവും പാക്കിങ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഗാർമെൻറ്റ് എന്ത് ചെയ്യും, പാക്കിംഗ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റേജസ് ആണ് നമ്മളൊരു ഗാർമെൻറ്റ് യൂണിറ്റിൽ നമ്മളുടെ ഒരു ഗാർമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പം നിങ്ങളിതിപ്പം നേരിട്ട് പോയിട്ട് കാണാനൊന്നും നമുക്ക് അവസരം ഇല്ല ഈ സമയത്ത്. അപ്പം നിങ്ങളിത് യൂട്യൂബിൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇടാം, അത് കാണുക. അത് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മളിപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ തന്നെ നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ കണ്ണൂരൊക്കെ കുറേ ഇൻഡസ്ട്രീസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം കോഴിക്കോടൊന്നും പോയിട്ട് കാണാൻ പറ്റുന്നൊന്നുമില്ല. വീവിങ്ങിൻ്റെ ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇത് ഗാർമെൻറ്റ് പ്രൊഡക്ഷൻ്റെ അത്രയും ഒരു വലിയ ഒരു ഇതില്ല നമ്മൾ. അപ്പം യൂട്യൂബിൽ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാലും കാണാം ഗാർമെൻറ്റ് പ്രൊഡക്ഷനൊക്കെ. ഞാൻ വീഡിയോസ് ഇടാം, കാണാൻ മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.